മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവം തന്നിരിക്കുന്ന വലിയ പദവിക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളെല്ലാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഈ സാക്ഷ്യം പലപ്പോഴും നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ശിഷ്യന്മാർക്ക് അവൻ അധികാരം കൊടുത്തു. ഇന്നും രോഗസൗഖ്യം നിന്നിട്ടില്ല എന്നുള്ളത് രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ സാക്ഷ്യം. ഈ സഹോദരി എൻ്റെ അടുക്കൽ വരുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ്, സൺഡേ. അപ്പോൾ ഇവർ അതിൻ്റെ മുമ്പേ ഒരു സൺഡേ വന്നു. ഇത് മൂന്നാമത്തെ സൺഡേയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആദ്യത്തെ സൺഡേ വന്നപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദുഃഖത്തിലിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ആഴ്ചയിൽ അവർക്കൊരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ റൂമിൻ്റെ അകത്ത് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് ഇവരെ കൊണ്ടുവന്നു. 7 വർഷമായിട്ട് നിർത്താത്ത ഛർദിലാണ് ഇവരുടെ പ്രശ്നം. ഇവരിനി പോകാത്ത ഹോസ്പിറ്റലുകളോ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളോ ഇല്ല. ഞാനിവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നേ പറഞ്ഞോളൂ, ആ ഛർദിൽ ഇനി ഇല്ല. ഞാൻ ഈ പ്രസംഗം മുഴുവനും പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരൊറ്റ വിഷയത്തിലാണ്. ഇനി നിങ്ങൾക്ക് ആ ഛർദിലില്ല. ആ നിമിഷം അവരുടെ ഛർദിൽ നിന്നു. ആ സാക്ഷ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കുക, എന്ന് ശേഷം ഞാൻ തിരിച്ചു വരാം. എനിക്ക് 7 വർഷമായി ഛർദി തുടങ്ങിയിട്ട്. എത്ര വർഷം? 7 വർഷം. 7 വർഷമായിട്ട് ഛർദി തുടങ്ങിയത്. അങ്ങനെ 8 ആശുപത്രി പോയിട്ടും അസുഖം കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നും ചെയ്തിട്ടും നമുക്കതിന് ഫലവുമുണ്ടായില്ല. അപ്പം ഞാൻ മരുന്നിന് പോയി മതിയായി. പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ കിടന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു എന്നെ മരുന്നിന് കൊണ്ടുപോകണം, എനിക്ക് കൈ കാലം കുഴഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയിൽ മരുന്നിന് പോയി 13 ദിവസം കിടന്നു. 13 ദിവസം കിടന്നു വന്ന് അന്ന് തുടങ്ങി ഒരു ദിവസം 6 ഇഞ്ചക്ഷൻ 3 ഗ്ലൂക്കോസ് വീതം 13 ദിവസവും കയറ്റിയിരുന്നു. 13ൻ്റെ അന്ന് പേര് വെട്ടി എന്നെ ഇവിടെ ഇങ്ങനെ ഇതറിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് എൻ്റെ അനിയത്തി ചേച്ചി ഇവിടെ വന്ന് ആദ്യത്തെ ആഴ്ച പേര് വെട്ടി വന്നതിൻ്റെ പിറ്റാഴ്ച ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാനും പറ്റിയില്ല ഒന്നും. രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ച വന്നിട്ടും പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്ന് ദൈവം എന്നെ കാണില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവിടുന്ന് സിസ്റ്റർ കസേര ചായച്ച് വെക്കായിരുന്നു. അപ്പം എന്നോട് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്, വന്നിട്ട് കാണാൻ പറ്റും, അന്ന് അവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് അന്ന് ചെയ്ത് പോയതിന് ശേഷം ഇത്തിരി കഞ്ഞി കുടിക്കാനും വെള്ളം കുടിക്കാൻ വേണ്ടി അതുവരെയൊക്കെ ഛർദ്ദിച്ചിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ പകുതി റസ്കിൻ്റെ പകുതി വീതമൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത്. എനിക്ക് പറ്റണുണ്ടായില്ല. അങ്ങനെ വട്ടത്തിൽ കറങ്ങും ഛർദ്ദിച്ച് കട്ടിൽ കിടന്ന് ഞാൻ വട്ടം കറങ്ങും കിടന്നാണ് ഛർദ്ദിക്കണത്. അങ്ങനെ അവശത എനിക്കൊന്നും കഴിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പോയതിന് ശേഷം എനിക്കിപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ എല്ലാ ഭക്ഷണം മകളല്ലേ? അനിയത്തി പറയൂ, പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. 7 വർഷമായി എൻ്റെ സിസ്റ്റർക്ക് ഛർദി തുടങ്ങിയിട്ട്. സിസ്റ്ററാണ് 7 വർഷമായി ഈ ഛർദി തുടങ്ങിയിട്ട്. ഇനി ടെസ്റ്റ് ചെയ്യാത്ത ഒന്നുമില്ല. എല്ലാ ഹോസ്പിറ്റലും കൊണ്ട് ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തിയിരുന്നു. ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നത് ബ്ലഡ് ഇല്ല എന്ന് മാത്രമാണ്, വേറൊരു കുഴപ്പം അവർ കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എറണാകുളംകാരാണ്, പറവൂര് വരുന്നത്. അപ്പം ഞാനിവിടെ ആരാധനയ്ക്ക് വരാറുണ്ട് വൈറ്റിലയിൽ. ഇവിടെ മാറ്റിയിട്ട് എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു. പിന്നെ സിസ്റ്ററെ വിളിച്ചാണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ സിസ്റ്ററെ വിളിച്ച് സ്പോട്ടൊക്കെ ചോദിച്ചറിഞ്ഞു വന്നു. അപ്പോൾ ഇവൾ കഴിഞ്ഞ ഈ 12 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഛർദിയുടെ വിഷയത്തിന് വേണ്ടി 12 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്ന് വീണ്ടും ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂല, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ട് ഇവിടെ ഛർദിൽ മാറ്റി കൊടുക്കണം എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ ആഴ്ച വന്നു, പാസ്റ്ററെ കാണാൻ പറ്റിയില്ല. പിറ്റേ ആഴ്ച വന്നു. ഇതുപോലെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്ററെ കണ്ടു. സിസ്റ്റർ ചോദിച്ചത് അവിടെ ഇരിക്കുന്നത്, അപ്പോൾ പാസ്റ്ററെ കാണാനാണ് അവർ റെക്കമെൻഡ് ചെയ്ത് അകത്ത് കൊണ്ടുവന്നു. ഞാൻ എന്താ നിങ്ങളോട് അപ്പം പറഞ്ഞേ, ഇനി ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു. പതിമൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്തൊക്കെ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് കയറ്റി വീട്ടിൽ വരും, വീണ്ടും പോകും. ഇത് തന്നെയായിരുന്നു. കറങ്ങി ഛർദ്ദിക്കുകയാണ് അല്ലേ? അതെ, വട്ടം കറങ്ങി ഛർദ്ദിക്കുക. ഒരു പകലും ഒരു രാത്രി കിടപ്പ് ഛർദ്ദിക്കും. ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒരാഴ്ച കഴിയാണ്ട് ഛർദ്ദിക്കും.
അതിങ്ങനെ ഫുൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യം ഛർദ്ദിച്ചാൽ നമ്മൾ കുഴഞ്ഞ അവസ്ഥയിലാണ്. 7 വർഷമാണ് എൻ്റെ സിസ്റ്റർ ഛർദ്ദിച്ച് അനുഭവിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഛർദ്ദിക്കത്തില്ല. ബ്ലഡും നമ്മൾ ശരീരത്തിൽ വെള്ളമില്ലാണ്ടായപ്പോൾ കയ്യിലും കാലിലും ഞരമ്പുകളൊക്കെ ചുരുങ്ങി. അപ്പം അതുകൊണ്ട് കൈയും കാലും ഇങ്ങനെ മരവിച്ചേക്കണം. അതാണ് ഇപ്പം നടത്തത്തിന് ഇത്തിരി ഇത് വന്നേക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ ശരിയാകും നടത്തം. പിന്നെ ഛർദിലയുടെ കാര്യം ഡോക്ടർ ഇപ്പോഴും അന്നേരത്തും പറഞ്ഞ് ഛർദിലാണ് മാറാത്ത, അത് മാറ്റി കിട്ടിയാൽ മാത്രം നമ്മൾക്ക്. അവർ കുറേ ഗുളികൾ തന്നു. ഞാൻ അങ്ങനെ അത് കഴിച്ചിട്ടില്ല, ഇന്നും കഴിച്ചില്ല, അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഗുളിക ഇവിടെ വന്നതിന് ശേഷം ഗുളിക കഴിച്ചിട്ടില്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം ഗുളിക കഴിച്ചിട്ടില്ല. ഇതിന്റെ പേരാണ് വിശ്വാസം. മഴ കാണാതെ, കാറ്റ് കാണാതെ, കോള് കാണാതെ കുഴി കുഴിക്കുന്ന വിശ്വാസമാണിത്. അതിനുശേഷം ഛർദിച്ചിട്ടില്ല. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാലത്ത് എണീറ്റ് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. മറ്റേത് കാലത്ത് 6 മണിക്ക് തുടങ്ങും ഛർദി. രാവിലെ 6 മണിക്കാണ് തുടങ്ങുന്നത്. നിൽക്കുന്നത് പിറ്റേ ദിവസം രാത്രി കിടന്നുറങ്ങിപ്പോയതിന് ശേഷം നിൽക്കും. ചെറിയൊരു കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രാവശ്യം നിങ്ങൾ ഛർദ്ദിക്കുമ്പോഴേ നിങ്ങൾക്കറിയാം. ഇത് രാവിലെ 6 മണിക്ക് തുടങ്ങി അവർക്കൊരു ജോലി ചെയ്യാൻ കഴിയത്തില്ല. പിറ്റേ അന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ഛർദ്ദിക്കുകയാണ്. കർത്താവ് ചെയ്തു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യം കേട്ടല്ലോ. ഞാൻ ഇവരെ അറിയുന്നവരെയല്ല, ഇവർ 2 ആഴ്ചയായിട്ടുള്ളൂ എറണാകുളം ചർച്ചിൽ വരുന്നത്. അപ്പോൾ അവരുടെ സിസ്റ്ററാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏതായാലും ഇവരെ വിടുവിക്കാൻ ശക്തനായ ദൈവം നിങ്ങളെ വിടുവിക്കാനും ശക്തനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം കേട്ടു. ഈ ആരംഭം കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത്. യോബിൻ്റെ ജീവിതത്തിലെ ആരംഭം താൻ അനുഭവിച്ചപ്പോൾ സാഷ്ടാംഗം വീണ് താൻ നമസ്കരിച്ചു, അല്ലെങ്കിൽ ആരാധിച്ചു. കാരണം സാഹചര്യങ്ങൾക്ക് അതീതമായി ഒരു ശക്തി, അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി നമ്മിൽ വ്യാപരിപ്പെട്ടു. പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ഒരു നല്ല കാലം, നല്ല ഭാവി നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇത് അറിഞ്ഞതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ സകലതും നഷ്ടപ്പെട്ടിട്ട് 42-ാം അധ്യായത്തിലാണ് യോബിനെല്ലാം തിരിച്ചു വരുന്നത്. പക്ഷേ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാറ്റിൻ്റെയും ആരംഭത്തേക്കാൾ അവസാനം ക്ഷേമമായിരിക്കുന്നു. ഇന്ന് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഈ സാഹചര്യങ്ങൾ കണ്ടിട്ട് തളരരുത്. ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഈ മെസ്സേജാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടിരുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന മെസ്സേജ് കാറ്റ് കാണാതെ, കോള് കാണാതെ, മഴയുടെ യാതൊരു സൈനും കാണാതെ, അടയാളം കാണാതെ വിശ്വാസത്താൽ മരുഭൂമിയിൽ കുഴി വെട്ടുവേൻ, തമ്പുരാൻ ഇന്ന് ആ കുഴിയിൽ വെള്ളം നിറയ്ക്കുമെന്നുള്ളത്. വിശ്വാസത്തോടെ കുഴി വെട്ടുന്നവർക്ക് വെള്ളം അനുഭവിക്കാൻ കഴിയും. ഇന്ന് നമുക്ക് വെള്ളമാണ് പ്രശ്നം. കുടുംബജീവിതത്തിലെ വറ്റിയ വെള്ളം, ബിസിനസ്സിൽ വറ്റിയ വെള്ളം, ഓഫീസ് അല്ലെങ്കിൽ ജോലി മേഖലകളിൽ വറ്റിയ വെള്ളം, ആത്മീയ മേഖലകളിൽ വറ്റിയ വെള്ളം, സഭാതലങ്ങളിൽ വറ്റിയ വെള്ളം തിരിച്ചു വരാനുള്ള സമയമായി. എങ്ങനെ വരും? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. അപ്പോൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ വിശ്വാസം നമ്മിൽ വർദ്ധിക്കും. നമ്മൾ കാഴ്ചയാൽ പോകേണ്ടവരല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കാഴ്ചയാലല്ല പോകുന്നത്, വിശ്വാസത്താലാണ് പോകുന്നത്. വിശ്വാസം ഒരിക്കലും ലക്ഷണങ്ങൾ നോക്കത്തില്ല. വിശ്വാസം നോക്കിക്കഴിഞ്ഞാൽ അവിശ്വാസം പറയും, ഇത്രയും ജനത്തിന് കൊടുക്കുവാൻ ഇത്രയും അപ്പം കൊണ്ട് എന്ത് കഴിയും? ഒരു വ്യക്തിക്ക് പോലും പൂർണ്ണമായി കഴിക്കാൻ പറ്റാത്തതാണ്. അതാണ് അവിശ്വാസം പറയുന്നത്. വിശ്വാസം പറയുന്നത് 5000 പുരുഷന്മാർ ഇരിക്കട്ടെ. വിശ്വാസം 5000 പേർക്കുള്ള ഫുഡ് കാണും, അവിശ്വാസം ഒരു വ്യക്തിക്കുള്ളത് കാണും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ദൈവം വെള്ളം ഒരുക്കിയത്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ മരുഭൂമിയിൽ 40 വർഷം ഒരു ദിവസം പോലും വെള്ളം കുറയാതെ, ക്ഷാമമില്ലാതെ. ഇന്ന് മരുഭൂമിയിൽ പോകട്ടെ, സിറ്റിയിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ മരുഭൂമിയിലായിരുന്നു.
ബൈബിൾ മുഴുവനും പഠിച്ചാൽ അസാധ്യങ്ങളിലാണ് ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അത്ഭുതം. പക്ഷെ ദൈവത്തിൽ ഇത് സാധാരണ നടക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മരുഭൂമിയിൽ എങ്ങനെയാണ് ദൈവം പോഷിപ്പിക്കാൻ പോകുന്നത്? പാറയിൽ നിന്നാണ് ദൈവം മരുഭൂമിയിലേക്ക് വെള്ളം സപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്നല്ല ദൈവത്തിൻ്റെ ഉറവ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്നല്ല ദൈവത്തിൻ്റെ ഉറവ. അപ്പോൾ വിശ്വാസത്താൽ കുഴി വെട്ടുന്നവർ, മരുഭൂമിയിൽ വിശ്വാസത്താൽ കുഴി വെട്ടുന്നവർ, അവരുടെ കുഴി ദൈവം നിറയ്ക്കും. ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ, ദൈവത്തെ ആശ്രയിച്ചാൽ ഇതാണ് അതിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുക. വിശ്വാസത്തോടെ, കാറ്റും കാണാതെ, കോളും കാണാതെ, മഴയ്ക്കിടെ യാതൊരു ലക്ഷണവും കാണാതെ വിശ്വാസത്തോടെ കുഴി വെട്ടു. ആ കുഴിയാണ് ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കുന്നത്. ദൈവം പലപ്പോഴും വെള്ളം നിറയ്ക്കുന്നത് മുകളിൽ നിന്ന് മഴ പെയ്യിച്ചിട്ടാകണമെന്നില്ല. കാരണം നോഹയുടെ കാലത്ത്, നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. മുകളിൽ നിന്ന് മഴ പെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അവൻ ആഴികളെ തുറന്നുന്ന പടിയിൽ നിന്നാണ് ദൈവം വെള്ളമൊരുക്കുന്നത്. അപ്പോൾ ദൈവം ചില ഷട്ടർ തുറന്നാൽ മുകളിൽ നിന്ന് വരുന്നു എന്നുള്ളതല്ല. ഇതെങ്ങനെ നമ്മൾ അറിയേണ്ട? ദൈവത്തിന് പല വഴികളുണ്ട്, അത് നമ്മുടെ വഴികളുമല്ല. അതുകൊണ്ട് ഇന്ന് എവിടൊക്കെയാണ് നിങ്ങൾ അഭാവങ്ങൾ അനുഭവിക്കുന്നത്, അവിടെ എല്ലാം ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. ഒരൊറ്റ കാര്യം, വിശ്വസിക്കുന്നവരുടെ കുഴികൾ മാത്രമേ നിറയത്തുള്ളൂ. വിശ്വസിക്കുന്നവരുടെ കുഴികൾ മാത്രമേ നിറയത്തുള്ളൂ. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പാൻ ഇത് കാരണമാകട്ടെ. ആമേൻ. 2 രാജാക്കന്മാർ 3:16 വായിച്ചോളൂ. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരുങ്ങിക്കൊള്ളുക. ഈ താഴ്വരയിൽ അനേകം കുഴികൾ കുഴിച്ചുകൊള്ളുക. അടുത്ത, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്തിനാ നീ കുഴിക്കുന്നേ? എവിടെ നീ കുഴിക്കുന്നു? എന്തിനു നീ കുഴിക്കുന്നു? 2 ചോദ്യമാ. ഒന്ന്, നീ കുഴിക്കുന്നത് മരുഭൂമിയിലാണ്. നീ കുഴിക്കുന്നത് മരുഭൂമിയിലാണ്. ഒരു സാധ്യതയുമില്ല ഇവിടെ വെള്ളത്തിന്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 2, എന്തിനു നീ കുഴിക്കുന്നു? ദൈവം പറഞ്ഞു നിന്നോട് കുഴിച്ചോളാൻ. നിങ്ങൾ കുഴികൾ വിട്ടുവിൻ. എവിടെ? മരുഭൂമിയിൽ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദൂതേറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കാറ്റ് കാണുകയില്ല, കോള് കാണുകയില്ല, അടയാളങ്ങളൊന്നുമില്ല. പക്ഷെ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് നടക്കാൻ പോകുകയാണ്. നീ കുഴിച്ച വിശ്വാസം, നീ കുഴിച്ച കുഴിയിൽ ഇന്ന് വെള്ളം നിറയാൻ പോകുകയാണ്. അസാധ്യമായ സ്ഥലത്ത്, മരുഭൂമിയിൽ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളം നിറയാൻ പോകുകയാണ്. വിശ്വാസത്തോടെ കുഴി വെട്ടാൻ ഒരുങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നിന്റെ അറിവ് വലുതാകുന്നതിനനുസരിച്ച് വിശ്വസിച്ചാൽ ഇന്നും ചിലത് കുഴികൾ വെട്ടുകയാണ്. അസാധ്യങ്ങളുടെ മധ്യത്തിൽ, സാധ്യതകളില്ലാത്ത സ്ഥലത്ത് എന്തുകൊണ്ട് ദൈവം പറഞ്ഞു വെട്ടുക, ദൈവം പറഞ്ഞു വെട്ടുക. ഇന്ന് കുഴികൾ വെട്ടാൻ പോകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് മരുഭൂമിയിലാണ് കെട്ടുന്നത്. ഇതിന് നിനക്ക് വിശ്വാസം വേണ്ട, ഇതിന് നിനക്ക് മെന്റൽ നോളജ് മതി, ഇത് നിനക്ക് സെൻസ് നോളജ് മതി, ഇത് നിനക്ക് അനുഭവങ്ങൾ മതി. എന്നാൽ മരുഭൂമിയിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് നിന്റെ അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് അറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കമോൺ. ഈ ഇരിക്കുന്ന ഈ ഹാളിൽ നിങ്ങൾ വെറുതെ വിരല് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കാണും. കാരണം എന്താ? സമുദ്രം അടുത്തതാ. എന്നാൽ ദൈവം സാഹചര്യങ്ങളെല്ലാം നന്നായിരിക്കുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത്. വഴിയില്ലാത്തവർത്താണ് ഇസ്രായേലിന് വഴി വെട്ടിയത്. വഴിയില്ലാത്തവർത്താണ് ദൈവം വഴി വെട്ടുന്നതെങ്കിൽ സാധ്യതകൾ നോക്കിയല്ല എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്. സാധ്യതകൾ നോക്കിയല്ല എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു സാധ്യതയുമില്ലാത്തവർക്ക് ചിലപ്പോ ദൈവം നമ്മളോട് കാര്യം പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അബ്രഹാമിന്റെ
കയ്യിൽ 2 റിപ്പോർട്ട് ഇരിക്കുക. ഒന്ന് ഭാര്യയുടെ സ്കാനിങ് റിസൾട്ടാ, ഗർഭപാത്രം മരിച്ചുപോയി, ഇയാൾ തരിച്ചു നിൽക്കുക. അടുത്തത് ഇനി തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്നുള്ള റിപ്പോർട്ടാണ്. 2 റിപ്പോർട്ടും വന്നപ്പോൾ പെട്ടെന്ന് അടുത്ത ശബ്ദം. എന്താ ഡോക്ടർമാർ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞത് നോ. ഞാൻ പറയുന്നു നാവ്. എല്ലാം അസ്തമിക്കുന്ന സമയത്ത്, ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് ദൈവം ഒരു എഴുന്നേറ്റാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ദൈവം എഴുന്നേൽക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. 2016 ആരംഭ മാസത്തിൽ തന്നെ ദൈവം എഴുന്നേൽക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു സാധ്യതയില്ലാത്ത നല്ലൊരു കഠിനമായ ഒരു മരുഭൂമി. ഇവിടെ കാറ്റ് കാണുകയില്ല. നീ ഈ വിശ്വാസം ഒരിക്കലും കാഴ്ചയിലല്ല പോകുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ? കാറ്റ് കാണത്തില്ല. മഴയുടെ ഒരു ഒരുക്കമുണ്ടെങ്കിൽ നമുക്കറിയാം മഴ വരാൻ പോവുകയാണെന്ന്. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ സയൻസ് കാണത്തില്ല, സിഗ്നൽ കാണത്തില്ല, ഒരു മൂവ്മെന്റും കാണത്തില്ല. പ്രവൃത്തി അനുഭവിക്കാൻ പോകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു സൈനുമില്ല, ഒരു സൈനില്ല. നിനക്ക് വിശ്വസിക്കുന്നവർ അടയാളങ്ങൾ അന്വേഷിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് സാധ്യതയുള്ളവിടത്ത് പ്രവർത്തിക്കാൻ ദൈവിക വിശ്വാസം വേണ്ട, അത് മാനുഷിക വിശ്വാസം മതി. പക്ഷെ ഒന്നിന് സാധ്യത ഇല്ലാത്തടത്ത് ദൈവം പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. ഇതിന്റെ പേരാണ് അത്ഭുതം. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഇതൊരു സാധാരണ സംഭവം. പത്രോസിനോട് വല വീശാൻ പറഞ്ഞപ്പോൾ പത്രോസ് വല വീശി വല നിറഞ്ഞു. അവരെല്ലാം അതിശയിച്ചു പോയി ഒരു വാക്കിൽ ഇത് പ്രവർത്തിച്ചപ്പോൾ. അടുത്തത് അത്തിമരത്തിൽ ഫലം നിറഞ്ഞപ്പോൾ കണ്ടില്ലെന്ന് കണ്ടപ്പോൾ അതിനോട് സംസാരിച്ചപ്പോൾ അതനുസരിച്ചു. അപ്പോഴും ഒരു അതിശയം. യേശുവിന് അതിശയമില്ല. കാരണം എന്താ? അവിടെയും ഇവിടെയും പ്രിൻസിപ്പിൾ സെയിം. ഇതിനൊരു നിയമമേ ഉള്ളൂ, രണ്ടില്ല. അത് ഇവിടെയും പ്രവർത്തിക്കും, വെള്ളത്തിലും പ്രവർത്തിക്കും, മരത്തിലും പ്രവർത്തിക്കും, ചത്തവനിലും പ്രവർത്തിക്കും. ജീവനില്ലാത്ത പ്രവൃത്തി മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരേ നിയമം. ആ നിയമമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ. ഇവിടെ സാധ്യതകൾ നോക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്ട്രാ മൈലേഴ്സ് പറയുന്നത്. ആ വാക്യെടുത്തെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിനോട് വല വീശാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ആഴത്തിലേക്ക്. ആഴം എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷ കൊടുത്തിരിക്കുന്നത് ബത്തോസ് എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ബത്തോസ് എന്ന് പറഞ്ഞാൽ കാണാത്തത്, മിസ്റ്ററി. പ്രൈസ് ഗോഡ്. അപ്പൊ നിന്റെ നന്മ മുഴുവൻ എവിടെ ഇരിക്കുന്നത്? കാണാത്തോടത്ത്. നിന്റെ നന്മകൾ മുഴുവനും ഇരിക്കുന്നത് കാണാത്തോടത്താ. ഇനി എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവൻ വല വീശും. മീനുകൾ ഉള്ളിടത്താണ് മുക്കുവൻ. ഒന്നാമത് രാത്രിയാണ് മുക്കുവൻ മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ പകൽ വല വീശിയാൽ മീനിന് കാണാമെന്നാ പറയുന്നത്. അതുകൊണ്ട് രാത്രി പോയി വല വീശുന്നത്. അപ്പൊ രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ മീനില്ലെന്നുള്ളതാണ്. പക്ഷേ അതേ സ്ഥലത്ത് യേശു കർത്താവ് പറഞ്ഞപ്പോൾ മീനുണ്ടായി. രാത്രി അപ്പൊ ലോജിക്ക് നോക്കിക്കോണേ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞപ്പോ പറഞ്ഞു കാണും രാത്രി മുഴുവൻ. അത് പറഞ്ഞല്ലോ, രാത്രി മുഴുവനും നോക്കിയതാ സാറേ. എന്നിട്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെയാണ് ഈ പകല്. ഇത് പകലാ പറയുന്നത്. അപ്പൊ രാത്രി മുഴുവനും സാഹചര്യം കൊണ്ടെല്ലാം നോക്കിയിട്ട് നടക്കാത്തത് വിശ്വാസം കൊണ്ട് നടക്കും. ഇതുവരെ നിന്റെ ജോലി കൊണ്ട് കഴിയാത്തത്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയാത്തത്, നിന്റെ കഴിവ് കൊണ്ട് കഴിയാത്തത്, ആമേൻ, വിശ്വാസം കൊണ്ട് കഴിയുമെന്ന് ഉറപ്പുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്ക്. യെസ്. മരുഭൂമിയിൽ ഒരു സാധ്യതയുമില്ല. പക്ഷെ ദൈവം പറഞ്ഞു കുഴി കുഴിക്കാൻ.
ലോജിക്ക്. ദൈവത്തിന് അങ്ങനെയൊക്കെ പറയാം. നീ അങ്ങനെ വിടുത്തരൊന്നും ചെയ്യല്ലേ. ഈ മരുഭൂമിയിൽ എങ്ങനെ വെള്ളം കാണാനാ? ഒരു കാറ്റുണ്ടോ, ഒരു കോളുണ്ടോ? മഴയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മഴ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പുള്ളി ഇങ്ങനെ പറയും. അതിനനുസരിച്ച് നീ ഇങ്ങനെ തുള്ളാനിരുന്നാലോ? എങ്ങനെ? ഇത് കേട്ടിട്ട് വിശ്വസിക്കാതെ പോയവന് വെള്ളം കിട്ടിയിട്ടില്ല. അസാധ്യങ്ങളുടെ താഴ്വരയിൽ ദൈവം നിന്നെ നിർത്തും. എന്നിട്ടൊരു ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിന്റെ വിശ്വാസം ഇന്ന് വിളിച്ചു പറയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അസാധ്യങ്ങളുടെ താഴ്വരയിൽ നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സാധ്യതകൾക്ക് ഒരു സാധ്യതകളും ഇല്ലാത്തൊരു സ്ഥലത്ത്, അസാധ്യങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിനക്ക് പ്രവചിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ നാവിലാണ് ഇനി ഇരിക്കുന്നേ. ഓ, നീ പ്രവചിച്ചോ, നീ പ്രവചിച്ചോ. വിശ്വാസമുള്ളവൻ സംസാരിക്ക്, വിശ്വാസമുള്ളവൻ സംസാരിക്ക്. അസാധ്യങ്ങളുടെ മധ്യത്തിൽ താഴ്വരകളിൽ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആരംഭിക്കുന്നവൻ അവസാനം കാണുന്നവനാ. സാഹചര്യം കണ്ട് നീ തളരല്ലേ. നീ കുഴിക്കാൻ റെഡിയാണെങ്കിൽ വെള്ളം റെഡിയാ. വെള്ളം ആൾറെഡി ഉണ്ട്. കാറ്റ് നീ കാണത്തില്ല, കോള് നീ കാണത്തില്ല, മേഘപ്പാളികൾ നീ കാണത്തില്ല. കാരണം ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിന് പ്രത്യേകതയുണ്ട്. ഇത് സാഹചര്യത്തെ ബേസ് ചെയ്തല്ല. അതിനൊന്നാമത് അറിയേണ്ടത് ഉൽപ്പത്തി പുസ്തകം 7:11. നോഹയുടെ ആയുഷിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തു. നോഹയുടെ കാലത്ത് മുകളിൽ നിന്നല്ല വെള്ളം വന്നത്. അവൻ ആഴിയുടെ ഷട്ടർ തുറന്നു. ബട്ട് ആഴി എന്ന് പറഞ്ഞ ഡെപ്താ. മനസ്സിലാക്കണം. ഒരു സാധ്യതയുമില്ലാത്ത സിസ്റ്റേൺ എന്ന ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്, അത് ഭൂമിക്കടിയിലാണ്. നോഹയുടെ കാലത്ത് മഴ പെയ്തു എന്നുള്ളത് സത്യമാണ്. ആ വെള്ളം കൊണ്ട് മാത്രമല്ല നിറഞ്ഞത്. തമ്പുരാൻ എന്ത് ചെയ്തെന്നോ? ഭൂമിക്കടിയിൽ വരണ്ട സ്ഥലത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന് അവൻ ഷട്ടർ തുറന്നു വെള്ളത്തെ ഉയർത്തി. സാധ്യതകൾ നോക്കി നീ നിൽക്കല്ലേ. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ്. അവൻ മീനില്ലാത്ത സ്ഥലത്തുനിന്ന് മീൻ ഉണ്ടാക്കുന്നവനും, ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് രാത്രി മുഴുവനും നീ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലെന്നറിഞ്ഞെടുത്ത് അവിടെയാണ് എന്റെ ദൈവം പ്രവർത്തിച്ചത്. നീ ശ്രമിച്ചത്, രാത്രി മുഴുവനും നീ ശ്രമിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ സ്ഥലത്താണ് എന്റെ തമ്പുരാൻ പ്രവൃത്തി ചെയ്തതെങ്കിൽ ഇത് സാധ്യതയുടെ ബേസിനല്ല, ഇത് ദൈവത്തിന്റെ പൂർണ്ണ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുന്നവർ നീ കാറ്റ് കാണത്തില്ല. യഹൂദന്മാരും യവനന്മാരും അടയാളങ്ങൾ അന്വേഷിക്കുന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവൻ ഒന്നും പ്രവൃത്തി വെളിപ്പെടുത്തില്ല. നീ പോയത് എന്തിനെന്ന് പിശാച് നിന്റെ ചെവി ചോദിച്ചപ്പോ നിന്റെ അന്തരംഗത്തിൽ നിന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്റെ പദ്ധതി, എന്റെ പദ്ധതി, എന്റെ പദ്ധതി. ദൈവം പറയുന്നത് ആമേൻ സാധ്യതകളിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ ദൈവം വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തുമ്പോൾ ഈ ക്വസ്റ്റ്യൻ അവർക്കുണ്ടായിരുന്നു, വെള്ളം എവിടെ? കാരണം എന്താ? മരുഭൂമിയില്ല. ഉടനെ തമ്പുരാൻ അവിടെ ഒരു കുഴി കുഴിച്ച ഒരു റിസർവോയർ അല്ല ഉണ്ടാക്കിയത്. അസാധ്യങ്ങളായിരിക്കുന്ന ഒരു പാറയിൽ അടിച്ചു വെള്ളം ചാടിച്ചു. ഇന്ന് യുഗങ്ങളുടെ പാറവയാൽ ഇന്ന് നിനക്കുള്ള ഒഴുക്ക് തുടങ്ങാൻ പോകുകയാണ്. മരുഭൂമിയിൽ അവൻ കുഴി കുഴിക്കുകയല്ല ഇസ്രായേൽ ചെയ്തത്, പാറമേൽ അടിച്ചു. ആ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിന്റെ അസാധ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാധ്യതയുടെ പാറയിൽ നിന്ന് വെള്ളം ചാടിച്ചവൻ സാധ്യതയുള്ളടത്ത് ഉറവ് തുറക്കുന്നവനല്ല, പാറവയിൽ നിന്നാണ് നിനക്ക് വെള്ളം വരാൻ പോകുന്നത്. നീ പ്രതീക്ഷിക്കാത്തടത്ത് നിനക്ക് ഉണർവ് വരുന്നു, നീ പ്രതീക്ഷിക്കാത്തടത്ത് നിനക്ക് നന്മ വരുന്നു, നീ പ്രതീക്ഷിക്കാത്ത നിനക്ക് അഭിഷേകം വരുന്നു. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരിക്കലും സാധ്യതയില്ലാത്ത ചിലത് ദൈവം ഇന്ന് തുറക്കാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ചില സ്ഥലം ഇന്ന് ദൈവം തുറക്കാൻ പോകുകയാണ്. ആരോടാ ദൂതെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ഒരു സാധ്യതയില്ലാത്ത ചില സ്ഥലം നിനക്ക് വേണ്ടി ഉറവ് തരാൻ പോകുകയാണ്. സമൃദ്ധിയുടെ വലിയൊരു കലം, ഒരു കുടം പോലെ
എല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ പാത്രം. പക്ഷെ ഇതൊന്ന് പുറത്തെടുക്കണമെങ്കിൽ ഇതെങ്ങനെന്ന് ചോദിച്ചിട്ട് ചുറ്റുന്ന ഒരു ജനം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വിശ്വാസമാണ് താക്കോല്. ഈ പൂട്ട് തുറക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് തുറക്കണം. നിന്റെ സകല നിന്ദയും മാറി, കഷ്ടതയും മാറി, അഭാവങ്ങൾ മാറി, ദാരിദ്ര്യം മാറി, സമൃദ്ധി നിന്നിലേക്ക് അങ്ങ് ഒഴുകുവാൻ വിശ്വാസത്തിന്റെ താക്കോലുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനം പാറമേൽ നിന്ന് വെള്ളം ചാടിയപ്പോഴാണ് അവർ വിശ്വസിച്ചത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. മിരിയം തപ്പെടുത്ത് ആരാധിച്ചത് ചെങ്കടൽ തുറന്നതിന് ശേഷമാണ്. പക്ഷെ പൗലോസ് ആരാധിച്ചത് ചങ്ങല പൊട്ടുന്നതിന് മുമ്പേ. ഇന്ന് അഭിഷിക്തന്മാർ ആരാധിക്കുമ്പോൾ സാഹചര്യങ്ങൾ കണ്ടിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. വിശ്വാസത്താൽ ആരാധിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ നടക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Faith, nothing but faith. Nothing but faith. കാണാത്തതിനെ കാണുന്നത് താൽക്കാലികം. ഈ കാണുന്ന നിന്റെ പ്രശ്നങ്ങൾ റിയൽ അല്ല, അത് ഫേക്ക് റിയാലിറ്റീസാ. ഒറിജിനൽ റിയാലിറ്റി ഈസ് ദ ട്രൂത്ത്. അത് പെർമനന്റാ. അത് നീ ഇന്ന് കാണുകയാണ്. അത് നീ കാണുകയാണ്. അത് നീ കാണുകയാണ്. ഫേക്ക് റിയാലിറ്റി നീ കാണുന്നില്ല. ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാം ഫേക്കാ. അതൊന്നും റിയൽ അല്ല. റിയൽ കാണണമെങ്കിൽ വിശ്വാസം വേണം. കാഴ്ചയാൽ പോയാൽ കറങ്ങും, വിശ്വാസാൽ പോയാൽ നീ കുഴി കുഴിക്കും. നീ കുഴിക്കുമ്പോൾ പലരും കളിയാക്കും. അതാ ഞാൻ പറഞ്ഞത്, 3 പ്രാവശ്യമേ യോർദാൻ പിളർന്നിട്ടുള്ളൂ. അത് 2 പ്രാവശ്യം പുതപ്പ് കൊണ്ടും 1 പ്രാവശ്യം പ്രസൻസ് കൊണ്ടുമാണ്. ഇത് രണ്ടുമില്ലാതെ യോർദാനെ ഇളക്കാൻ പോകല്ലേ. വെറുതെ പുതപ്പ് കൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ പലരും അടിച്ച് കാണും. കാരണം ഏലീഷ അടിച്ചത് ഏലിയാവ് അടിച്ചത് കണ്ടിട്ടല്ല, ഏലിയാവിൽ നിന്നും വീണ പുതപ്പ് വന്നിട്ട്. ഇത് വർക്ക് ചെയ്യുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ചിലരുടെ കയ്യിൽ ഇതുണ്ട്, അത് അവർ നല്ലൊരു മോനുമെൻ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടേ വെച്ചിരിക്കുകയാണ്. ഇത് പ്രവർത്തിക്കാനുള്ളതാ. ചിലതിൻ്റെ കയ്യിൽ ഈ പുതപ്പുണ്ട്, പല ക്യാമ്പിലും പോയി പ്രാപിച്ചതാ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇന്നത്തെ മെസ്സേജ് കേട്ടപ്പോൾ ചിലത് ഇത് പുറത്തെടുക്കാൻ പോവുകയാണ്. ചിലത് ഇത് പുറത്തെടുക്കാൻ പോവുകയാണ്. ഈ പുതപ്പ് ചിലത് ഇന്ന് പുറത്തെടുക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. യെസ്.